ഒക്ടോബർ 30-ാം തീയതി മോൻ്റെ ബർത്ത്ഡേ. ഞങ്ങൾക്ക് അന്ന് സെലിബ്രേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹസ്ബൻഡ് നാട്ടിലേക്ക് ഒരു 1 വീക്കിന് പോയിരുന്നു. പോകണമെന്നാണ് എന്നോട് പറഞ്ഞു. 1 വീക്കല്ല 2 വീക്ക് പറ്റിച്ചേന്ന് പറഞ്ഞിട്ട് ടിക്കറ്റൊക്കെ അയച്ചെന്ന്. പിന്നെ ഞാനും ഒന്നും പറഞ്ഞില്ല, പാവല്ലേ, നാട്ടിൽ പോയി ഫ്രണ്ട്സിനെയും ഫാമിലിനെയൊക്കെ കണ്ട് ഒന്ന് ആഘോഷിച്ച് വരട്ടേന്ന്. ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ, ഇനി മോൻ ഇവിടെ ഒറ്റക്കാക്കി പോണതിൽ. പിന്നെ മോൻക്ക് എക്സാമൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ടുപോകാഞ്ഞത്. മോന് പോലും അറിയാതെ മോൻക്കുള്ള ഗിഫ്റ്റൊക്കെ ഹസ്ബൻഡ് നാട്ടിൽ പോകണ മുന്നേ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. സൈക്കിളും ഡ്രസ്സും ഷൂ ഒക്കെ. പിന്നെ എന്നോട് പറഞ്ഞ് നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം നമുക്ക് ചെറിയ രീതിയിലൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക, അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒക്ടോബർ 30-ാം തീയതി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. നവംബർ 1-ാം തീയതിയാണ് പിന്നെ ഹസ്ബൻഡ് തിരിച്ചു വന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും ഹസ്ബൻഡ് കിടപ്പിലായിട്ടോ. ജലദോഷവും ത്രോട്ട് പെയിനും പനിയൊക്കെ ആയി. പിന്നെ നാട്ടിൽ നിന്ന് വന്ന വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ മോൻക്കും ചെറിയ രീതിയിൽ വിഷമം വന്ന്, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട്സുകളോടൊക്കെ അത് മുടക്കിട്ടോ. എന്നിട്ട് പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞ് കുഴപ്പമില്ല, നെക്സ്റ്റ് ഇയർ നമുക്ക് ആഘോഷിക്കാം, പപ്പയ്ക്ക് വയ്യാത്തോണ്ടല്ലേന്ന്. അത് കേട്ടപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര വിഷമമായി. പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ, മോന് സ്കൂളിൽ പോയ തക്കം നോക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് ബർത്ത്ഡേൻ്റെ കേക്കും ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാ. മോന് സ്കൂൾ വിട്ട് വന്നപ്പോൾ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ആളാകെ നെട്ടിട്ടാ. ആളൊരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കര ഹാപ്പിയായി. അത് കണ്ടപ്പോൾ ഞങ്ങളും ഹാപ്പി ആയിട്ടാ. പിന്നെ ഞങ്ങൾ മാത്രമായിട്ടൊരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തി. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.